എനിക്ക് ഉറക്കം തന്നെ വരുന്നില്ല. അതെന്താ? പുറത്ത് ഭയങ്കര ഇരുട്ടല്ലേ, എനിക്ക് അവിടേക്ക് നോക്കുമ്പോ പേടിയാവണ്. ഇന്ന് പ്രേത സിനിമ കണ്ടതാണ് പ്രശ്നമായത്. ഓർമ്മിപ്പിക്കല്ലേ, അത് ആലോചിക്കുമ്പോ തന്നെ പേടിയാവണേ. എനിക്ക് ഈ സൈഡിൽ കിടക്കാൻ പേടിയാവണേ. നീ കിടക്കുവോ? ഒന്ന് പോട ചക്ക, എനിക്ക് അതിലേറെ പേടിയാവുണ്ട്. ഭാഗ്യം ഞാൻ നടുവിലായത്. നടുവിൽ കടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രേതം വന്ന എന്തായാലും നിന്റെ അടുത്തേക്കും വരും. എന്നാലും ആദ്യം നിന്റെ അടുത്തേക്ക് വന്നിട്ടല്ലേ എന്റെ അടുത്തേക്ക് വരുള്ളൂ. അതാലോചിക്കുമ്പോഴൊരു സമാധാനം. മനുഷ്യരെ പേടിപ്പിക്കാതെ മുണ്ടാതിരിക്കടി. ഇനി മിണ്ടാതെ എല്ലാരും പ്രാർത്ഥിച്ച് കിടന്നേ. ഇനിയിപ്പോ വല്ല പേടി സ്വപ്നം കാണുമോന്നാവോ, അതിനാണ് പ്രാർത്ഥിച്ച് കിടക്കാൻ പറഞ്ഞത്. ദൈവമേ, പേടി സ്വപ്നങ്ങളൊന്നും എന്നെ കാണിക്കല്ലേ. വേണമെങ്കിൽ ഇവരെ രണ്ടാളും കാണിച്ചോ. പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും നിന്റെ കുരുട്ട് സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ? മതി, എല്ലാരും കിടന്നുറങ്ങിക്കേ. അയ്യോ, എന്നെ പ്രേതം പിടിച്ചേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്താണ് ചെക്ക, മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കൂലേ? എന്തിനാ ചെക്ക കിടന്ന് കാണുന്നത്? ഇവിടെ പ്രേതമുണ്ട്. എവിടെ? നീ വല്ല സ്വപ്നവും കണ്ടതാവും. അല്ലേ, ഞാൻ ശരിക്കും കണ്ടതാ. ഒരു പ്രേതം വന്ന് എന്നെ കൊല്ലാൻ നോക്കി. എന്നിട്ട് നീ ചത്തില്ലല്ലോ? ഇല്ല, അത് കൊല്ലാൻ നോക്കിയപ്പോഴത്തേനും ഞാൻ വേഗം എണീറ്റു. അതാണ് പറഞ്ഞത് അത് സ്വപ്നാണ്. മുണ്ടാതെ വേഗം കിടന്നുറങ്ങേ. മനുഷ്യന്റെ ഉറങ്ങാനുള്ള സമയമാണ് പോണത്. വേണ്ട, ഇനി ഉറങ്ങണ്ട. ഇനി ഉറങ്ങിയ വീണ്ടും പ്രേതം വരും. എന്നാ നീ അവിടെ ഇരുന്നു, ഞങ്ങൾ ഉറങ്ങാ. അയ്യോ, ഉറങ്ങല്ലേ പ്ലീസ്, എനിക്ക് പേടിയാ. അതാണ് പറഞ്ഞത്, നീ ഉറങ്ങണ്ട, ഞങ്ങൾ ഉറങ്ങാണെന്ന്. അയ്യോ ചേച്ചി, പ്ലീസ് ഉറങ്ങല്ലേ. എന്ത് ചേച്ചിയോ? എടി പോയി എന്നല്ല സാധാരണ വിളിക്കല്. നിനക്ക് ഇത്രയും വിനയം ഉണ്ടായിരുന്നോ? അയ്യോ, ബെഡിലെന്ത് നനവ്? നനവോ? ആ ശരിയല്ലോ, നനവുണ്ട്. എടി നീ പോയൊന്ന് ലേറ്റ് ഇട്ടാ, ഞാനൊന്ന് നോക്കട്ടെ. നീ കിടന്ന ഭാഗത്താണല്ലോ നനവ്. അയ്യോ, അത് ചേച്ചി ഞാൻ പേടിച്ചിട്ട് മുള്ളിയതാ. ഇനി മൂത്രത്തിൽ കിടക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കിടക്കുക. രാവിലെ ആവട്ടെ, അമ്മയോട് പറയണ്ട്. നിനക്കുള്ള അമ്മ തന്നോളും. ഞാൻ സ്കൂളിലൊക്കെ പോയി പറയും നീ ഉറക്കത്തിൽ മുള്ളിയ കാര്യം. അയ്യോ പ്ലീസ്, ആരോടും പറയല്ലേ. അവരൊക്കെ അറിഞ്ഞാ പിന്നെ എന്നെ കളിയാക്കും. ആ കളിയാക്കണം, അതിനാണ് പറയണത്. ഇനിയിപ്പോ പറയാതിരിക്കണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. അതെന്താ? നീ ഞങ്ങൾക്ക് ഓരോ ഡയറി മിൽക്ക് വാങ്ങി തരണം. ശരി, അതെങ്ങനെയെങ്കിലും ഞാൻ ഒപ്പിച്ചേരാ. അതാരോടും പറയരുത്. ഓക്കെ, സമ്മതിച്ചു.